ഇപ്പോൾ കാണിക്കുന്നത് ഗാലക്സിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു പ്ലാനറ്റാണ്. ഇപ്പോൾ ആ പ്ലാനറ്റിൽ മോണാർക്ക് സ്റ്റാർ സ്ട്രക്കർ എന്ന ബൗണ്ടി ഹണ്ടറും അയാളുടെ സഹായിയായ യുലിയാസസ് എന്ന ആൻഡ്രോയിഡായ അഥവാ റോബോട്ടിക്കായ പരുന്തും അവിടെ വരികയാണ്. ചില ആളുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ ക്രിമിനൽസിനെ ജീവനോടെ പിടികൂടുന്നവർക്കും അല്ലെങ്കിൽ കൊല്ലുന്നവർക്കും വലിയൊരു തുക പാരിതോഷികമായി കൊടുക്കും. അതിനെയാണ് ബൗണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൗണ്ടിക്ക് വേണ്ടി ബൗണ്ടിയുള്ള ആളുകളെയോ ക്രിമിനൽസിനെയോ കൊല്ലുന്നവരെയും ജീവനോടെ പിടികൂടുന്നവരെയും ബൗണ്ടി ഹണ്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ബൗണ്ടിയുള്ള ക്രിമിനലിനെ കൊല്ലുവാനാണ് മോണാർക്കും യുലിസാസും ആ പ്ലാനറ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ആ ക്രിമിനലിനെ കണ്ടെത്തി അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അവരയാളെ കൊല്ലുന്നില്ല. കാരണം അവിടെ നിൽക്കുന്നത് ശരിക്കും ക്രിമിനലൊന്നുമല്ല. ഷിയാർ എന്ന പ്ലാനറ്റിലെ അംബാസഡറായ കാറാൻ എന്ന ആളാണത്. മോണാർക്കിനെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായി സ്വയം തൻ്റെ തലയ്ക്ക് മേൽ കാറാൻ വെറുതെ ഒരു ബൗണ്ടി ഇട്ടതായിരുന്നു. അങ്ങനെ ഇപ്പോൾ കാറാൻ മോണാർക്കിനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മോണാർക്ക് കോസ്മിക് ഗോസ്റ്റ് റൈഡറിനെ ജീവനോടെ പിടികൂടി ഷിയാറിൽ എത്തിക്കണം. കാരണം ഈ കോസ്മിക് ഗോസ്റ്റ് റൈഡർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഷിയാറിലെ ആളുകൾ അനുഭവിച്ചു. ഷിയാറിലെ ആളുകൾ മാത്രമല്ല, പല പ്ലാനറ്റിലെയും ആളുകൾ കോസ്മിക് ഗോസ്റ്റ് റൈഡർ കാരണം പ്രശ്നത്തിലാണ്. കണ്ണിൽ കണ്ട ആളുകളെയെല്ലാം കോസ്മിക് ഗോസ്റ്റ് റൈഡർ ഒരു കാരണവുമില്ലാതെ കൊല്ലുകയാണ്. അതുകൊണ്ട് കോസ്മിക് ഗോസ്റ്റ് റൈഡറിനെ ജീവനോടെ പിടികൂടിയാൽ വലിയൊരു തുക തരാമെന്നും കാറാൻ മോണാർക്കിനോട് പറയുന്നു. ശരിക്കും ആ രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡറാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വലിയൊരു തുക കാറാൻ വാഗ്ദാനം ചെയ്തതുകൊണ്ട് മോണാർക്ക് ഗോസ്റ്റ് റൈഡറിനെ പിടിക്കുവാൻ തയ്യാറാകുകയാണ്. ഇതേ സമയം ഇനി കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ഗോസ്റ്റ് റൈഡറായ ഫ്രാങ്കിനെയും പിന്നെ ആ ക്രാൾ ട്രാവിറ്റ് എന്ന ബൗണ്ടി ഹണ്ടറിനെയും പിന്നെ ആക്സലിനെയുമാണ്. അവിടെ മരിച്ചു കിടക്കുന്ന തൻ്റെ അച്ഛനായ മാർലോയുടെ ശവശരീരം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്സൽ തൻ്റെ അച്ഛനെ കൊന്ന ക്രൗളിൻ്റെ ഒരു കണ്ണിൽ ഒരു കുപ്പി പൊട്ടിച്ച് കുത്തിയിറക്കി ക്രൗളിനെ കൊല്ലുകയാണ്. എന്നിട്ട് വീണ്ടും വളരെ ദേഷ്യത്തോടെ ക്രൗളിനെ വെട്ടി പീസാക്കുവാൻ ആക്സൽ പോയതും ഫ്രാങ്ക് ആക്സലിനെ തടയുന്നു. എന്നിട്ട് വേഗം നമുക്ക് ഇവിടുന്ന് പോകാമെന്നും ഇനിയും ക്രൗളിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വരുമെന്നും പറഞ്ഞ് ആക്സലിനെയും കൊണ്ട് ഫ്രാങ്ക് പണ്ട് കോസ്മിക് ഗോസ്റ്റ് റൈഡർ ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന തൻ്റെ ബൈക്ക് ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇടത്തേക്ക് ആക്സലിനെ കൊണ്ടു ചെല്ലുകയാണ്. ഈ ബൈക്ക് ഉപയോഗിച്ച് ആക്സലിനെ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ കൊണ്ടുപോയി ആക്കുവാനാണ് ഫ്രാങ്കിൻ്റെ പ്ലാൻ. താൻ ആക്സലിൻ്റെ കൂടെ നിന്നാൽ അവളുടെ ജീവന് അപകടം സംഭവിക്കുമെന്ന് ഫ്രാങ്ക് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ജീവിക്കാൻ സേഫായ ഒരു സ്ഥലം കണ്ടെത്തുവാൻ ഫ്രാങ്ക് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ പ്ലാനറ്റിൽ നിന്ന് വേറെ നിനക്ക് സേഫായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാമെന്നും എന്നിട്ടേ ഞാൻ നിന്നെ വിട്ടുപോകുള്ളൂവെന്നും എന്നെ തേടിയാണ് അവരെല്ലാവരും വരുന്നതെന്നും അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നും ഫ്രാങ്ക് ആക്സലിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഫ്രാങ്കിനെ ആക്സൽ അടിക്കുകയാണ്. എന്നിട്ട് ഫ്രാങ്കിനോട് നീ ശരിക്കും ആരാണെന്ന് ആക്സൽ ദേഷ്യത്തോടെ ചോദിച്ചതും അപ്പോൾ തന്നെ ഫ്രാങ്ക് ഞാൻ ഗോസ്റ്റ് റൈഡർ ആണെന്നും പക്ഷെ ഇപ്പോൾ അല്ല എന്നും ഞാനിപ്പോൾ റിട്ടയർ ചെയ്തുവെന്നും ഫ്രാങ്ക് ആക്സലിനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ താൻ ആരാണെന്ന സത്യമെല്ലാം ആക്സലിനോട് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഫ്രാങ്കിൻ്റെ അടുത്ത് ആ ബൗണ്ടി ഹണ്ടറായ മോണാർക്കും യുലിസാസും വരികയാണ്. വന്നപ്പോൾ തന്നെ മോണാർക്ക് ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാൻ നോക്കുന്നു. ഫ്രാങ്കും ആക്സലും മോണാർക്കിൻ്റെ അറ്റാക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. മാത്രമല്ല ഇപ്പോൾ മോണാർക്കിനോട് പോയി ഗോസ്റ്റ് റൈഡറായി രൂപം മാറി ഫൈറ്റ് ചെയ്യുവാൻ ആക്സൽ ഫ്രാങ്കിനോട് പറഞ്ഞതും താൻ ഗോസ്റ്റ് റൈഡറായി രൂപം മാറുകയില്ല എന്നും ഞാൻ റിട്ടയർ ചെയ്തുവെന്നും ഫ്രാങ്ക് ആക്സലിനോട് പറയുകയാണ്. ഇപ്പോൾ അത് കേട്ടതും എങ്കിൽ ഞാൻ പോയി ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആക്സൽ മോണാർക്കിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും മോണാർക്കും യുലിസാസും ആക്സലിനെ വളരെ സിമ്പിളായി അടിച്ച് വീഴ്ത്തിയിട്ട് ആക്സലിനെ മോണാർക്ക് കൊല്ലാൻ പോയതും അപ്പോൾ തന്നെ ഫ്രാങ്ക് കോസ്മിക് ഗോസ്റ്റ് റൈഡറായി രൂപം മാറി അങ്ങോട്ട് ചെന്ന് മോണാർക്കിനെ തടയുകയാണ്. പക്ഷേ ഇപ്പോൾ കോസ്മിക് ഗോസ്റ്റ് റൈഡറായി മാറിയ ഫ്രാങ്ക് ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പഴയതുപോലെ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള ചെയിനിലൊന്നും തീ കാണുന്നില്ല. അത് കണ്ടതും തൻ്റെ പവേഴ്സ് എങ്ങനെയോ കുറഞ്ഞു പോയതായി ഗോസ്റ്റ് റൈഡറിന് മനസ്സിലാകുന്നു. ഇതേ സമയം ഇനി സ്പേസിലുള്ള മറ്റൊരു ഹോട്ടൽ പോലത്തെ ഒരു കെട്ടിടമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മുടെ രണ്ടാമത്തെ കോസ്മിക് ഗോസ്റ്റ് റൈഡർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി അവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ടിരിക്കുകയാണ്. ശരിക്കും കോസ്മിക് ഗോസ്റ്റ് റൈഡർ കൊന്നതിൽ കുറേ എണ്ണം ഗോസ്റ്റ് റൈഡറിനെ കൊല്ലാൻ വേണ്ടി വന്ന ബൗണ്ടി ഹണ്ടേഴ്സാണ്. ബൗണ്ടി ഹണ്ടേഴ്സിനെ കൊല്ലുന്നതിനൊപ്പം അവിടെയുള്ള എല്ലാവരെയും ഗോസ്റ്റ് റൈഡർ കൊന്നുവെങ്കിലും ഒരു പ്രീസ്റ്റിനെ ഗോസ്റ്റ് റൈഡർ ജീവനോടെ വെച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡർ ചിലപ്പോൾ സ്വപ്നത്തിൽ ഒറിജിനൽ ഫ്രാങ്കിനെ കാണാറുണ്ട്. അപ്പോൾ അത് തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ തന്നെയാണോ സ്വപ്നത്തിൽ താൻ കാണുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനാണ് ആ പ്രീസ്റ്റിനെ ഗോസ്റ്റ് റൈഡർ ജീവനോടെ വെച്ചത്. അങ്ങനെ ഇപ്പോൾ താൻ കാണുന്ന സ്വപ്നത്തെ പറ്റിയും എല്ലാം പ്രീസ്റ്റിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ആ പ്രീസ്റ്റ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളെയും പേടിയെയുമാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നതെന്ന് ഒരു കാര്യവുമില്ലാതെ ഗോസ്റ്റ് റൈഡറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡർ എനിക്ക് ആരെയും പേടിയില്ല എന്നും എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ അങ്ങനെ എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞ് ആ പ്രീസ്റ്റിനെ ഗോസ്റ്റ് റൈഡർ കൊല്ലാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ അവിടെ പ്രീസ്റ്റിൻ്റെ ഭാഗ്യത്തിന് ഒരാൾ വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ വാൾക്കെറിയാണ്.